അപ്പോൾ ദാ രാവിലെ 5 മണിക്ക് എണീറ്റതാണ് കേട്ടോ. ദാ നമ്മുടെ മുൻവശത്തെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് പതിവിൽ നിന്നും വ്യത്യസ്തമായിട്ട് എൻ്റെ കൂടെ ഒരു 4 ആളും കൂടെ ഉണ്ട് കേട്ടോ. ഇന്നും ഞാൻ മാത്രമാണ് രാവിലെ നേരത്തെ എണീക്കാറ്. ഇന്ന് 4 ആളും ദാ ഈ എണീറ്റ് ഇങ്ങനെ ഉറക്കം തൂങ്ങിയിരിക്കണത് എന്തിനാണെന്നറിയോ? ഇന്ന് നമ്മുടെ അത്തം തുടങ്ങുകയല്ലേ. അപ്പോൾ എന്തായാലും അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വന്ന് കാത്തിരിക്കണത്. അപ്പോൾ എന്തായാലും നമുക്ക് തുടങ്ങാം അല്ലേ. അപ്പോൾ അതാ പൂക്കളെത്തിയിട്ടുണ്ട് കേട്ടോ. ഹരിയേട്ടൻ ഇന്നലെ തന്നെ വാങ്ങിക്കൊണ്ടു വന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാ എല്ലാവരും അത്തൊക്കെ ആയിട്ട് ഇന്ന് അത്തം സ്റ്റാർട്ട് ചെയ്യല്ലേ. അപ്പോൾ നമുക്ക് തുടങ്ങാമല്ലേ. വേഗം വേഗം ആയിക്കോട്ടെ കേട്ടോ, സമയം പോയി. 5 മണിക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ 5:30 ആവാറായി കേട്ടോ. അമ്പലത്തിൽ നിന്ന് പാട്ട് കേൾക്കുന്നുണ്ട്. അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ നമ്മുടെ വീട്. അതിനൊക്കെ നേരത്തെ അറിയാമല്ലോ അല്ലേ, നമ്മുടെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാമല്ലോ. അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. പാട്ട് കേൾക്കുന്നുണ്ടോ? യോ പറയാതെ വേഗം പണികളെടുത്തോളൂ. അപ്പോൾ ദാ അവർ പൂക്കളൊക്കെ വേർതിരിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് നമുക്ക് ഇന്നത്തേക്കുള്ള പൂക്കൾ കേട്ടോ. മഞ്ഞ ചെണ്ടുമല്ലി, ഓറഞ്ച് കളറ് ചെണ്ടുമല്ലി. ഹരിയേട്ടൻ അവിടെ അതാ കാര്യമായിട്ട് പച്ചക്കറി അവിയലും സാമ്പാറും അരിയുന്ന പോലെ അരിഞ്ഞു കൂട്ടി തരുന്നുണ്ട്. റോസ് ഫ്ലവറ്, വെള്ള ജമന്തി, പിന്നെ അരളിപ്പൂവ്. ഇത്രയുമാണ് ഇന്നത്തെ നമ്മുടെ പൂക്കൾ. ഇത് വേണ്ട അത് നമുക്ക് ജസ്റ്റ് അങ്ങനെ ഇടാം. മരിക്കുട്ടി വൈറ്റ് കൊണ്ടുപോവാ. വൈറ്റ് ആദ്യം അമ്മ റോസ് അരളിപ്പൂ ഇട്ടിട്ട് വൈറ്റ് കളർ പൂവാണ് സെക്കൻഡ് ഇടുന്നത്. അമ്മ ഭയങ്കരക്ക് ഒരു കുറവുമില്ല എപ്പോഴും. പ്രാക്ടിക്കലായിട്ടാണ് മറ്റേ പൂവ് ഇട്ടിട്ട് കശക്കി അങ്ങനെ ആവല്ലേ. ഉദ്ദേശിച്ച് പിശുക്കിന്നല്ലേ? പിശുക്കിയല്ല, കശക്കി അതായത് ഇങ്ങനെ. അപ്പോൾ ഗെയ്സ് അല്ലേ മനുമുനു, ഗെയ്സ് നമ്മുടെ ഫ്രണ്ട്സിനോടെ നമ്മൾ പിക്ചർ വരയ്ക്കുന്നൊന്നുമില്ല കേട്ടോ. ഞാൻ പൂ കൊണ്ട് തന്നെ അങ്ങോട്ട് വരയ്ക്കുവാണ് ചെയ്യാറ്. പിന്നെ അത് സെറ്റായില്ലെങ്കിൽ അതിനനുസരിച്ചാണ് ക്ലിയർ ചെയ്യും. നമ്മൾ എപ്പോഴും വരയ്ക്കാറില്ല പൂ. ഒന്നാമത് സമയമില്ലാഞ്ഞിട്ടാണ്, വരയ്ക്കാനൊന്നുള്ള സമയം കിട്ടാറില്ല. നമ്മൾ വീട്ടിലിരിക്കുന്ന ആളുകളാണെങ്കിൽ പിന്നെ അതും. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഇതള് ഇവിടെ സെറ്റായിട്ടുണ്ട്.
ഇനി സെക്കൻഡ് അകളം. അപ്പോഴത്തേക്കും അതാ അവിടെ മൂങ്കുട്ടനും പൊന്നൂസൂട്ടിയും ഹരിയേട്ടനും തകൃതിയായിട്ട് പൂവൊക്കെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ ക്യാമറാമാൻ ഇപ്പോൾ മണിക്കുട്ടിയാണ് അല്ലേ മണിക്കുട്ടി? നമ്മൾ റോസാപ്പൂ ഉള്ളി കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ മകള് ചായ എനിക്ക് തരുന്നില്ല, അതിനൊരു പരിഹാരം കാണും ഗേസ്. എന്താ ഇങ്ങടെ കട്ടിങ് ഒക്കെ? എൻ്റെ ഹോസ്പിറ്റൽസിലാക്കണത് കഴിഞ്ഞു. ഇതാ മോനെൻ്റെ മതി. അപ്പോൾ ഞാൻ ഇവർക്ക് ചായ വെച്ചിട്ട് ചെയ്യണ്ടോ? ഏത് അതൊന്ന് ചോറിന് ഒരു കവർ എടുത്തിട്ട് എന്താ ഒരു കവറ് ഒന്നെടുത്തിട്ടാ പൊരിച്ചിട്ട് പോടാ. നമ്മുടെ പൂവിൻ്റെ ഔട്ട്ലൈൻ അങ്ങോട്ട് സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനകത്ത് ഫില്ല് ചെയ്യണം. ഫില്ല് ചെയ്യാനുള്ളത് റെഡി ആയിട്ടുണ്ടോ ചേട്ടാ? അപ്പം മോങ്കുട്ട അതൊരു കവറിൽ അമ്മയ്ക്ക് വേഗം എടുത്തു കൊടുന്നൊരു നമ്മളെവിടെ പോകും? നമ്മുടെ അടുത്ത കാര്യം എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി ആളെ കൊണ്ട് നമുക്ക് ഇതങ്ങോട്ട് ഫില്ല് ചെയ്യാം. ഇവിടെ പൊന്നൂസുട്ടി എന്തെങ്ങനെ നിൽക്കണേ? ചായ ഉണ്ടാക്കുക? അച്ഛൻ ചായ ഉണ്ടാക്കാൻ വിട്ടൂല്ലേ? ഓറഞ്ച് കളർ ആദ്യം മഞ്ഞ ചെണ്ടുമല്ലി ഔട്ട്ലൈൻ കൊടുത്തിട്ട് ഉള്ളിൽ ഓറഞ്ച് ചെണ്ടുമല്ലി ഉണ്ട്. അതിൻ്റെ നടുവിൽ ഇതാ അരളിപ്പൂവും പിന്നെ കുറച്ച് വൈറ്റ് കളറിലുള്ള പൂവൊക്കെ ഉണ്ട്. നല്ല രസമുണ്ട് ഗൈസ് ഇപ്പോൾ തന്നെ കാണാൻ. ഇനി ഫുൾ ഫൈനൽ ഔട്ട്പുട്ട് എങ്ങനെയായിരിക്കും കണ്ടറിയാം. മോനെ അത് മാത്രം കിട്ടലേ? എന്താ താങ്ക് യു. അപ്പോൾ ഇതാ ഏകദേശം ഈ ഒരു ലെവലിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മളെപ്പോഴും ഇങ്ങനെ തന്നെയാണ് കേട്ടോ, ഇങ്ങനെ പൂക്കൾ വാങ്ങിയിട്ടാണ് ഇടാറ്. അമ്പലത്തിൽ നിന്ന് പാട്ട് കേൾക്കുന്നുണ്ടോ മണിമോനും? അമ്പലത്തിൽ നിന്ന് പാട്ട് കേൾക്കുന്നുണ്ടോ? അപ്പോൾ അതാ നമ്മുടെ ഫസ്റ്റ് റൗണ്ട് ഓഫ് ഫ്ലവർ അങ്ങോട്ട് സെറ്റായിട്ടുണ്ട്. എങ്ങനെയുണ്ട്? രസമുണ്ട്. അടിപൊളിയാണോ? ഞാൻ ഈ കവറിലൊന്നും ഇല്ലത് കണ്ടത്, പക്ഷേ ഞാൻ വിരിച്ചപ്പോൾ പൂക്കളില്ല, എങ്ങോട്ടേക്കോ തിരിച്ചു പോയി. അതിലിരുന്ന അമ്മ ഞാൻ ചീത്ത പറഞ്ഞു, ചെറുതായിട്ട് ചീത്ത പറഞ്ഞു. അവരിതാ അപ്പോൾ എന്തല്ലേ മണിക്കണ് ഒരു പച്ചല എടുക്കാൻ പോവാണ്. പക്ഷെ അതിൻ്റെ പേരൊന്നും അറിയില്ല. പച്ചയില. അതാ മനു ഇതാ ക്യാമറ ഒക്കെ എടുത്തിട്ടാണ് പോണേ. പച്ച ഇല പറിക്കാൻ വേണ്ടി പോകട്ടോ അച്ഛനും മകനും. നോക്കി പോവാൻ
പോലെ പൊന്നിനെ കാണാനല്ലോ അമ്മ. നമുക്ക് കണ്ടോ? കണ്ടോ? ഇവിടുന്ന് അങ്ങനെ ഇവിടേക്കിന് ഈ വെള്ളം ഫുള്ള് ഇട്ട് നല്ല രസമുണ്ട്. വെള്ളം അങ്ങനെ ഇടാനേ അത്രയും എത്രയും വെള്ളം നമ്മുടെ കയ്യിലില്ല. ഓ, അതിന് മുകളായിട്ട് ഇടുകയല്ലേ? ഇല പറിക്കാൻ പോയിട്ട് കത്തി അവിടെ വെച്ച് പോന്നോ? ഇല പറിക്കാൻ പോയിട്ട് അച്ഛൻ കൊടുന്നു. എൻ്റെ ഫ്രണ്ടില് ചായയും അമ്മയ്ക്കുള്ള കാപ്പിയും നമ്മൾ ഉണ്ടാക്കി കൊടുക്കും. ഞങ്ങൾക്ക് ചാണകി തന്നില്ല. ഒരു ദേഷ്യത്തിന്റെ ഇതുണ്ടല്ലോ അല്ലേ ചേട്ടാ? അച്ഛനുള്ള ചായയും അമ്മയ്ക്കുള്ള കാപ്പി. അയ്യോ, അങ്ങനെയൊന്നുമില്ല കേട്ടോ. അങ്ങനെ പതച്ചിട്ടുണ്ട്. അമ്മയ്ക്ക് അങ്ങനെ ഇഷ്ടം. ഇതമ്മ ഓക്കെ, താങ്ക് യു. തൽക്കാലം ഒരു കൈ നീളുന്നു. അതെന്താണെന്നറിയോ, ഇവർക്ക് ബ്രെഡ് ഇതൊക്കെ ആയിട്ട് കഴിക്കാൻ വെച്ചിട്ടാണ്. സമയം കിട്ടില്ല. ഇതാണ് ഇപ്പൊ നമ്മുടെ പൂക്കളത്തിന്റെ ലുക്ക് ഫൈനൽ അല്ലേ? രസമുണ്ട് കേട്ടോ ഗൈസ്. ആണോ ഗൈസ്? യെസ് ഗൈസ്. നമ്മള് ചിത്രമൊന്നും വരയ്ക്കാതെയാണ് അല്ലേ? പൂക്കൾ കൊണ്ട് തന്നെ അങ്ങോട്ട്. അതെ അതെ അതെ, ആ കളർ അങ്ങോട്ട് മിക്സ് ആവുണ്ടായിക്ക്. അതിൽ നന്നായിട്ട് ചേരുന്നുണ്ട്. അതെ, താങ്ക് യു. വെൽക്കം. വെൽക്കം. അപ്പോൾ ഗൈസ്, ഇവരിവിടെ മറ്റേ മഞ്ഞ ചെണ്ടുമല്ലി റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. മോനു ഓറഞ്ച് ചെണ്ടുമല്ലി റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അച്ഛനിവിടെ ഇലയും സെറ്റ് ചെയ്ത്. ആദ്യം കുറേ വർഷങ്ങൾക്ക് മുമ്പ് അല്ലേ അമ്മ ഗ്രീൻ ഇടുകയല്ലേ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഇല പറിച്ച് തരുമായിരുന്നു കേട്ടോ. വെച്ചപ്പോൾ അയ്യേ ഇലയോ ഓണപ്പൂക്കളത്തിലേ ചോദിച്ചതാ. അന്ന് ആ ഒരു പ്രാവശ്യം അങ്ങോട്ട് ഗ്രീൻ ഇട്ട് കാണിച്ചു കൊടുത്തപ്പോൾ പിന്നെ ഗ്രീനിൻ്റെ ഏറ്റവും വലിയ ഫാൻ ഹരിദാസ് പുലാപ്പറ്റയാണ് അല്ലേ? ഇപ്പോൾ ഗ്രീൻ ഇല്ലാത്ത കളിയില്ല ഹരിദാസ് പുലാപ്പറ്റയ്ക്ക് ഓണത്തിന്. ഞാൻ മറന്നാലും അവിടെ മറക്കില്ല. അമ്മ റോസ് എടുത്തിട്ട് ഇവിടെ ഫില്ല് ചെയ്യാൻ പാടില്ല. അതെ, വാടാമല്ലി. അത് നമ്മുടെ ഒരു ഹൈലൈറ്റ് ആയിരുന്നു. വാടാമല്ലി നമുക്ക് മിസ്സായി. വാടാമല്ലി ആയിരിക്കും അച്ഛൻ ഏറ്റവും കൊണ്ടുവരിക. യെല്ലോ, ഓറഞ്ച്. അത് നമ്മുടെ ഫൈനൽ ആയിട്ടുണ്ടാവും. കാണിക്കൂ, ഇതുവരെയുള്ള ഫൈനൽ. ഇനി അച്ഛൻ്റെ ഫേവറേറ്റ് ഗ്രീൻ. ഇതുവരെയുള്ള ഫൈനൽ ഇതാണ് ഗൈസ്. ആദ്യം തന്നെ നമ്മൾ നടുവിലൊരു സർക്കിൾ പോലെ അരളിട്ടു. എന്നിട്ട് അതിന് ശേഷം വൈറ്റ് കളർ ചുമന്തി ഇട്ടു. ഇവിടെ ഒരു കോർണറിലായിട്ടും നമ്മളൊരു സർക്കിളായിട്ടും ചെയ്തു. പിന്നെ ഒരു പൂവിൻ്റെ പെറ്റൽസ് പോലെ നമ്മളിവിടെ ഓറഞ്ച് കളറിൽ ഉള്ളിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഉള്ളിൽ ഫില്ല് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഔട്ട്ലൈൻ ആയിട്ട് യെല്ലോ കളർ ചമ്മന്തിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ചെണ്ടുമല്ലി. ഓക്കെ ഓക്കെ, സ്വാഭാവികം. പിന്നെ റെഡ് കളറുള്ള റോസ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഔട്ട്ലൈൻ തന്നെ കാണാൻ നല്ല കണ്ണുണ്ട്. അപ്പോൾ ദാ നമ്മുടെ ഇപ്പോഴത്തെ ഔട്ട്ഫിറ്റ് ഇത്രയാണ് കേട്ടോ. ഇനി നമുക്ക് ബാക്കി നോക്കാം. നമ്മുടെ പച്ച റെഡി ആയിട്ടുണ്ട് ഗൈസ്. ആയിക്കോട്ടെ, വയ്ക്കൂ. അറിയില്ല, അച്ഛൻ എവിടുന്നോ പോയിട്ട്
കാട്ടിൽ നിന്ന് പോയിട്ട് കിട്ടിയ ഇലയൊക്കെ പെറുക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് ഫൈനൽ റൗണ്ട് അച്ഛനും മക്കളും തമ്മിൽ. അച്ഛനും മക്കളുമാണ് ഫൈനൽ റൗണ്ട്. ഇനി ഹരിയൻ്റെ ഫേവറേറ്റ് ഗ്രീനും കൂടി അങ്ങോട്ട് ലാസ്റ്റ് വരുമ്പോൾ സംഭവം പൊളിയായിരിക്കും. ആ ഫൈനൽ റൗണ്ടാണ്, ഫൈനൽ റൗണ്ട്. ആ ഓക്കെ, ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ട് നമുക്ക് മറ്റേത് വരച്ച് വയ്ക്കാം. ഏത് എന്ത് എന്നൊന്നുമില്ല. ആ ഓ ആയിക്കോട്ടെ. അല്ല, താങ്കൾ വലിയ കലാകാരനല്ലേ, താങ്കൾക്ക് രാവിലെ നേരത്തെ നീച്ച് ഈ വരയ്ക്കലൊക്കെ ചെയ്തു വെച്ചൂടെ? എന്നാൽ പിന്നെ എനിക്ക് വന്നിട്ട് അത് ഇട്ടാൽ പോരെ പൂക്കളേ. രാവിലെ അമ്മ എണീക്കുന്നതിന് മുമ്പ് നേരത്തെ എണീച്ച് വന്ന് 3 പേരും കൂടെ വരച്ച് വെക്കുക. ആ അതാണ്. ഞാൻ കൂടുതലിട്ട പൂക്കളം കൊള്ളാം ഉദ്ദേശിച്ചത് കൊണ്ട് നമ്മളെ വലുതായിട്ട് അങ്ങോട്ട് ഇടപെടണില്ല. അവിടെ പിന്നെ വാചകത്തിന് മാത്രമേ ഉള്ളൂ കഴിവെന്ന്. അല്ല ഗൈസ്, എനിക്ക് കുക്കിങ്ങിന് നല്ല കഴിവുണ്ട്. എന്ത്? കുക്കിങ്ങിന് നല്ല കഴിവുണ്ട്. അത് സത്യം. പൂക്കളിടാനും അറിയാം. മടി കാണിക്കാണ്. ആർക്കാ? മോൻകുട്ടനാണോ? റെസിപ്പീസൊക്കെ ഇത്രയും ബാക്കി ഫസ്റ്റ് ഡേ തന്നെ 10 ദിവസം ഓടേണ്ടതാണ്. നമ്മളെപ്പോഴും ഇടുന്ന പോലെ തന്നെ എന്താ ആ നിങ്ങളല്ലേ ഇട്ടിരിക്കണേ. പശക്കെ ഇല്ലെങ്കിലേ ഉള്ളൂ. അത് അമ്മ റെഡിയാക്കാം, പിടിക്കും. അപ്പോൾ ഗൈസ്, നമ്മൾ ചെയ്തതിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതമ്മ റെഡിയാക്കുകയാണ് ഗൈസ്. ഏകദേശം നമ്മുടെ തീരാനായി. അച്ഛാ പറയണത് എടുക്കുക. എന്താ ഏത് ഇതാണോ ഉദ്ദേശിക്കുന്നത്? ഏത്? മനസ്സിലായി. ഓക്കെ മനസ്സിലായില്ല. ഗൈസ്, പച്ച അച്ഛൻ്റെ ഫേവറേറ്റ് ആണ് ഗൈസ്. അതുകൊണ്ടാണ് അച്ഛൻ പച്ച പിടിവിടാതിരിക്കുന്നത്. ഇവിടെ ഗൈസ് അമ്മ ഇവിടെ വേറൊരു പൂക്കളിട്ടിരിക്കുന്നു ഹാർട്ട് ഷേപ്പില്. ഗൈസ് ഇതവിടെ എന്താ യെല്ലോ ചെണ്ടുമല്ലി മഞ്ഞ അരിഞ്ഞോണ്ടിരിക്കുന്നു. ഓറഞ്ച് ചെണ്ടുമല്ലി മോണി അരിഞ്ഞോണ്ടിരിക്കുന്നു. പക്ഷെ ഗൈസ് ഓറഞ്ച് ചെണ്ടുമല്ലിനെ അവനെ ഹാർട്ട് ഷേപ്പ് ആക്കി ഗൈസ്. അമ്മ അത് നോക്കൂ അമ്മ. അമ്മ ആ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഉണ്ടായ ഹാർട്ടൊന്ന് നോക്കൂ. അത് ഓറഞ്ച് ഗൈസ്. ഇവരൊക്കെയാണ് പണിയെടുക്കണത് ഗൈസ്. എനിക്കിതിൽ പിന്നെ വലിയ ഇതില്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങനെ അങ്ങോട്ട് ചെയ്യുന്നില്ല. ഇനി ഞാൻ ചെയ്തിട്ട് കൊളാവണ്ട ഗൈസ്. അമ്മ ഭയങ്കര നിരീക്ഷിച്ചിട്ടൊക്കെയാണ് ഗൈസ് അമ്മ ചെയ്യുന്നത്. ഗൈസ് അങ്ങനെ ആയി പോകുന്നതാണ്. അത് രസമുണ്ട് കേട്ടോ.
അമ്മ ഈ ഭാഗം കണ്ടോ? നോക്ക്. നേരം 6 മണിയായി. എത്രയും സമയത്ത് 6:30 ആ 1 മണിക്കൂർ കൊണ്ട് കഴിഞ്ഞു. നാളേക്ക് എന്ത് ചെയ്യും? സ്കൂളല്ലേ. ആ അമ്മയ്ക്ക് ചെയ്യില്ലേ? എനിക്ക് ചെയ്യില്ലേ? നിങ്ങൾക്ക് ഞങ്ങൾക്ക് നാളെ സ്കൂളിലൊക്കെ ചെയ്യുന്നു. നമ്മൾ നാളെ നിൽക്കുക. എക്സാം അല്ലേ? ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ഞാൻ വിട്ടു. ഇരുന്നോട്ടെ. പാവല്ലേ, നാളെയൊന്നും വീട്ടിൽ വരാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഫൈനൽ ശരിക്കും ഫൈനലിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതോടുകൂടി നമ്മൾ നിർത്തുകയാണ്. അപ്പം അത്തൊന്നും എഴുതാം. അമ്പലത്തിൽ നിന്നാണോ അത് കേൾക്കണോ? അതല്ലേ നമ്മളെ ഇത്ര തീർത്തിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്ക് ഈ ഒരു സൈഡിലായിട്ട് അത്തൊന്നും കൂടി എഴുതണം ഗൈസ്. അതും കൂടി കഴിഞ്ഞ് നമ്മളെ പരിപാടി തീർന്നു അല്ലേ? കൊണ്ട് തോറ്റു ഞാൻ. ഗൈസ് നമ്മൾ ഇത്രയും കംപ്ലീറ്റ് ചെയ്ത് എന്നിട്ട് ഇതിൻ്റെ പുറത്ത് ഇനി അച്ഛൻ വേറെ വേറെ ഇടണം എന്നാണ് അച്ഛൻ പറഞ്ഞു തരുന്നത്. അമ്മ അങ്ങോട്ട് നോക്ക്, രസമുണ്ട് ഗൈസ്. ഇവിടെ ഇട്ട പര്യാപ്തം. ആ വണ്ടി പോകുന്ന സ്ഥലമില്ല. യാ ഇവിടുന്ന് ഇങ്ങനെ അങ്ങനെ പോകുന്നു. ഇല്ല ഇല്ല, അത്തത്തിന്റെ ആ തം ഇല്ലേ, തമ്മില് നമുക്ക് റോസ് ഇടണം എന്ന്. റോസോ? റോസ് കഴിഞ്ഞ് അതായത് അമ്മ ഉള്ളിൽ ചെയ്ത ഒരു സംഭവമല്ലേ, അതിൻ്റെ ഇടയിൽ നമ്മൾ വൈറ്റും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് നടുവിൽ. അപ്പുറത്ത് യെല്ലോയും ഇപ്പുറത്ത് ഓറഞ്ചും നടുവിൽ വൈറ്റും. പക്ഷെ ഇവിടെ നമ്മൾ വൈറ്റ് ഇടാതെ ഓറഞ്ചും യെല്ലോയും മാത്രം ഔട്ട്ലൈൻ ആക്കിയിട്ടാണ് ഗൈസ് ഇടുന്നത്. അപ്പുറത്ത് ഗൈസ് അതാ മനു ചെയ്യുന്നുണ്ട്. അങ്ങനെ ഗൈസ് നമ്മുടെ അവിടെ ഫിനിഷായി ഗൈസ്. ഇത് നമ്മുടെ സ്ഥിരം പരിപാടിയാണ് ഗൈസ്. അമ്മ ഇങ്ങനെ ഓരോ ദിവസത്തിൻ്റെ പേര് ഇങ്ങനെ എഴുതിയിടും. അങ്ങനെ ഗൈസ് നമ്മുടെ അവിടെ തുടങ്ങാൻ പോവാണ്. എനിക്കും അമ്മയ്ക്കും ഓണത്തിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സാധനമാണ് ബീട്രൂട്ട് പച്ചടി. ഇഷ്ടമാണ്. എന്നിട്ട് ഞാൻ ഇവിടെ ഉണ്ടാക്കി വരെ ചെയ്തിട്ടുണ്ട് ഗൈസ്. എന്നിട്ട് അമ്മ ഉണ്ടാക്കിയപ്പോൾ അമ്മ കഴിച്ചു. യാ അതുകൊണ്ട് പൊന്നൂസ് അങ്ങനെ പറയുന്നത്. അമ്മയ്ക്ക് ബീട്രൂട്ട് ഇഷ്ടമല്ല. പക്ഷെ അമ്മയ്ക്ക് അന്ന് നല്ല ഇഷ്ടമായിട്ടോ ഗൈസ്. കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് ആ സംഭവം ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. പിന്നെ പൊട്ടാറ്റോ കൊണ്ടുള്ള എന്ത് സാധനവും ഞാൻ തിന്നും. എനിക്ക് ആകെ ഇഷ്ടമില്ലാത്തത് കോളിഫ്ലവറാണ് ഗൈസ്. അതിന് പിന്നിൽ അത് ഒരു പ്രാവശ്യം കഴിച്ചപ്പോൾ അവൾ ഛർദ്ദിച്ചു. പിന്നെ ശേഷം കോളിഫ്ലവർ തൊടാറില്ല. അതെ ഹരിയേട്ടനൊന്നും മിണ്ടണില്ലല്ലോ. സൈലന്റ് ആയി. വേണ്ട. അപ്പൊ ഗൈസ് ഇത് അവര് തീർത്തിട്ടുണ്ട് കേട്ടോ. വേണ്ട. അങ്ങനെ ഗൈസ് നമ്മുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ പറയാ. അല്ല, എന്തോ ഒരു ചെരിഞ്ഞ എഴുതിയ പോലെ തോന്നുന്നു. ലാസ്റ്റത്തെ നമ്മൾ ഇടാൻ പോണ്. ഞാൻ പാട്ട് തുടങ്ങിയതായിരുന്നു. പൊളി
ഇനി അവിടെ എനിക്ക് എന്ത് പറ്റൂട്ടി എന്താ ചെയ്യാ പച്ച കളർ ആഡ് ചെയ്യാണ് ഗൈസ്. ആ പൊന്നാണമായി. അങ്ങനെ അത്തം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഗൈസ്. അത്തം എഴുത്ത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഗൈസ് അമ്മ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കും ഗൈസ്. ഗേസ് അമ്മ അങ്ങനെ പലതും ചെയ്യും ഗേസ്, നിങ്ങളത് കാര്യമാക്കണ്ട ഗേസ്. അതല്ലേ ഇപ്പൊ പറയാൻ അല്ലല്ല പോയല്ലോ പൊന്നുകുട്ടി. ഇത് അമ്മ ചെയ്യുമ്പോ പറയണ്ടേ? ഇല്ലമ്മ കറക്റ്റാണേ. ആണോ? ആ കറക്റ്റാ. ഇതെവിടെ വന്ന് നോക്കി നോക്ക്. നേരത്തെ എണീറ്റില്ല, അത് പരിപാടി കഴിയില്ലല്ലോ. നേരത്തെ തുടങ്ങി. ഇത് എല്ലാ വർഷവും ഉള്ളതാണ്. കഴിഞ്ഞ വർഷം മാത്രം എന്താ വെച്ചാ ചെറിയ അവൻ മരിച്ചിട്ടേ അത്രേ ഉള്ളൂ. ഇതില് പിന്നെ ചെറിയ കാണാ ഇതില്ലേ മഞ്ജു, ഈ അത്തം രീതിയില്ലേ? ആ അതെ. അല്ലാതെ ഇപ്പൊ നമുക്ക് പൂ കിട്ടാനും ഇല്ലല്ലോ, വേറെ വഴിയില്ല. നമ്മള് പിന്നെ എല്ലാ വർഷവും ഇങ്ങനെ തന്നെ ഉള്ളേ, പൂ വാങ്ങിയിട്ട്. മഞ്ജു മതി മതി. അല്ല കുട്ടി, ആ ഇതിലുണ്ടല്ലോ അത് ചെറുതായിട്ട് ഏത് അത്തത്തിനോ? തീരെ അറിയില്ല. വണ്ടി എടുക്കാൻ ബുദ്ധിമുട്ടാവും ഇല്ലല്ലോ. ഞാൻ അതിനുള്ള സ്പേസ് ഇങ്ങനെ നോക്കി. നീ ഹരിയേട്ടൻ എന്താ പറഞ്ഞേ? ഹരിയേട്ടൻ എന്താ പറഞ്ഞേ? അത് മതി ഹരിയേട്ടൻ. ഇവിടെ വന്ന് നോക്ക്, ഇവിടെ വന്ന് നോക്ക്. നമ്മുടെ എപ്പത്തി മോഡൽ തന്നെ മതി, മോഡൽ മാറ്റണ്ട. ഓക്കെ ഓക്കെ. ഇനി അതിന്റെ ഔട്ട്ലൈൻ വന്നു കഴിഞ്ഞാൽ ലെറ്റർ തിക്കാവും. അപ്പോ അക്ഷരം പോവും. തമ്മില്. അത് മണിക്കുട്ടിയുടെ ഒരു കുറേ നേരമായിട്ടുള്ള ഒരു സജഷനാണേ. ഇനി ഇവർ ഓരോ സജഷൻ കൊണ്ട് വന്ന് ഞാൻ വേഗം കിച്ചണിൽ കയറുക. അങ്ങനെ ഗെയ്സ് നമ്മൾ ഓണത്തിന് തന്നെ ഓണത്തല്ല് തുടങ്ങിയിരിക്കുന്നു. അവിടെ അതിടൂ, ഇവിടെ ഇതിടൂ. അതുകൊണ്ട് എന്താ ചേട്ടാ? ആ ആയിക്കോട്ടെ. അങ്ങനെ നമ്മൾ ഫിനിഷ് ചെയ്ത സംഭവത്തിൽ ഇനി അവനവൻ്റെ ഓരോ പിക്രസുകൾ ഒപ്പിക്കുകയാണ്. അതെങ്ങാനും കുളമായാൽ ഓണത്തല്ല് ഇന്ന് തന്നെ ഇവിടെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ഗൈസ്. തിരുവോണത്തിന് നമ്മൾ കാത്തു നിൽക്കുന്നതായിരിക്കില്ല. യെസ്, പൊളി സൂപ്പർ. ആയിക്കോട്ടെ. ആ അതിനുള്ള റെഡ് ഇല്ലമ്മ. എന്നാ അച്ഛ പറഞ്ഞ പോലെ ചെയ്തോളൂ. പക്ഷെ എന്താണെന്നറിയോ, ആ ഔട്ട്ലൈനിന് മാച്ച് ചെയ്യുന്നത് വേണം അകത്ത് വരാൻ. മഞ്ഞയോ ഓറഞ്ചോ വന്നാൽ ചിലപ്പോൾ ഉണ്ട്. സൂപ്പറാണ്. ഓണത്തല്ലിൻ്റെ ആവശ്യമില്ല. അതെ, അവിടെ പിന്നെ സുഖമായിട്ടുള്ള ഉറക്കം മാത്രമേ ഉള്ളൂ. പിന്നെ അത് മറ്റേ ചെരുപ്പൊക്കെ മാറ്റി വയ്ക്കുമ്പോൾ വാവ്, മണിക്കുട്ടിയുടെ കലാവിരുത് ഇവിടെ അടിപൊളിയായിരിക്കുന്നു. അത് കാരണം നമ്മൾ ഓണത്തല്ല് തൽക്കാലത്തേക്ക് മാറ്റി വെച്ചിരിക്കുന്നു. അതുപോലെ ഹരിയേട്ടൻ്റെയും തന്നെ സൂപ്പറായി ഹരിയേട്ടത്. ഇനി ഇതൊക്കെ ഒന്ന് അടിച്ച് കളയട്ടെ, ആ വേസ്റ്റുകൾ. ഇപ്പോൾ ഇതാണ് അച്ഛൻ്റെ കലാവിരുത്. ഈ ഒരു പച്ച കഴിഞ്ഞിട്ടുള്ള ഈ ഒരു ഔട്ട്ലൈൻ ഉണ്ടോ പച്ച, അതിൻ്റെ പുറത്ത് ഉള്ളതൊക്കെ അച്ഛൻ്റെ കലാവിരുതാണ് ഗൈസ്. നല്ല രസമുണ്ട് കേട്ടോ. പൂക്കളൊക്കെ ഇനി വേഗം എടുത്ത് വെക്കുകയാണ്, ഇല്ലെങ്കിൽ ഹരിയേട്ടനും കുട്ടിയോട് ഇനി ഇവിടുന്ന് നീക്കില്ല.
അവരിത് വട്ടം കൂട്ടി ഇരിക്കും. അപ്പോൾ അതിനേക്കാൾ നല്ലത് വേഗം പൂക്കളൊക്കെ വേഗം മാറ്റിയ ഞങ്ങളത് എടുത്തോളൂ. ഇവിടെ ഒരാൾ പൂവുകൊണ്ട് മാല ഉണ്ടാക്കണം പോലെ ശരിക്കും എന്താ ചെയ്യണേ? ആഹാ കൊണ്ടുപോടാ. ഇപ്പോ ഇതാണ് ഇതിന്റെ ലുക്ക്. കിടക്കാച്ചി കിഡിലോസ്കി ആയിട്ടുണ്ട് കേട്ടോ. കിടക്കാച്ചി കിഡിലോസ്കി ആയിട്ടുണ്ട്. അതൊന്നും ഒന്നും ചെയ്യില്ല. അത് അത്തപ്പൂക്കളം കാണാൻ വന്നിരിക്കണേ. അയ്യേ ഓർമ്മണ്ട്. എന്താമ്മ? മുമ്പ് നമ്മള് വേറെ മറ്റേ വീട്ടിൽ താമസിക്കുമ്പോഴേ രാവിലെ അത്തപ്പൂക്കളത്ത് പോയിട്ട് വൈകിട്ട് സ്കൂളിൽ വിട്ട് വന്ന് നോക്കുമ്പോഴത്തേക്കും ഇതാക്കിട്ട് അത് ഓർമ്മല്ലേ അതിനെ കാണുമ്പോഴേ. അതെ അതെ, അതുപോലെ അവർ എപ്പോഴും ചെയ്തോളണമെന്നില്ലല്ലോ. യാ ഗൈസ്. പിന്നെ ഒരു ദിവസം 4 മണി 4:30ക്ക് 3 പട്ടിക്കുട്ടികൾ വന്ന് ഓർമ്മയുണ്ടോ? നമ്മുടെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി 2 കുത്തിലും കൂടി നമ്മൾ ഈ റോസ് അരളി ഇടാൻ പോവാണ്. ഇതും കൂടി കഴിഞ്ഞാൽ ഫിനിഷ് ആവും ഗൈസ്. ഈ 2 കൂടി കഴിഞ്ഞാൽ ഇപ്പൊ സംഭവം നല്ല ഇതായിട്ടുണ്ട്. ഇപ്പൊ ഇത് നല്ല സംഭവം ഒരു എടുത്ത് നിൽക്കണ പൂക്കളം പോലെ ഉണ്ട്. കാപ്പിയോ ചായ വേണമല്ലേ? അരളിന് വേണമെന്നില്ല മനു. അതാ അവിടെ മനു ഇനി ഇതാക്കേണ്ട ആവശ്യമില്ല. വേണ്ടല്ലോ ചാരളി. മയിൽ എവിടെയോ ഉണ്ട് ഗൈസ്, പക്ഷെ കാണാനില്ല. മയിലിന്റെ സൗണ്ട് കേൾക്കാം, പക്ഷെ മയിലിനെ കാണില്ല. എടാ ഒന്ന് കൊടുക്കടാ ഉച്ചക്ക്. അതാ ബാക്കിലുണ്ട്, അതാ സെറ്റ് വെച്ചു. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അതുപോലെ ഗേസ് ഹരിയേട്ടനെ ഇവിടുന്ന് വലിച്ചു കൊണ്ടുപോകേണ്ടിയിരിക്കുന്നു. ഹരിയേട്ടൻ ഓരോന്നായിട്ട് ഇവിടുന്ന് മാറുന്നില്ല. ആൾ ഇനിയും ഇതിൽ എന്തൊക്കെയോ ആർട്ട് വർക്കുകൾ ചെയ്യണം എന്നുള്ള രീതിയിലാണ് ഇവിടെ നിൽക്കുന്നത്. അല്ലേ ഇക്കണക്കിൽ പോയ ഹരിയേട്ടൻ്റെ അത്തം തുടങ്ങി ചിത്തിര വരെയും ഇവിടെ നിൽക്കും. എന്നിട്ട് ചിത്രയാവുമ്പോൾ ഇതെല്ലാം എടുത്തിട്ട് ചിത്രപ്പൂക്കളിടും. പിന്നെ പൂക്കളത്തിന് നിന്നാൽ നല്ല ടൈം പോകും മുത്തേ. അതന്നെ ഇപ്പം അമ്മ പറയണേ, സ്കൂളുള്ള ദിവസങ്ങളിലാണ് അമ്മ കിടന്നങ്ങനെ മുത്തേ വേഗം കൊണ്ടുവന്ന് കൊടുക്കുക അച്ഛക്കേ. ഇന്ന് രാവിലെ അത്തപ്പൂക്കൾ ഇടുന്നത് പ്രമാണിച്ചിട്ടല്ല, ഹരിയേട്ടൻ്റെ ആർട്ട് വർക്കുകൾ പ്രമാണിച്ച് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് നിരോധിച്ചിരിക്കുന്നു. ഇതാണ് ആളുടെ ഫൈനൽ ടച്ചപ്പ്. ഇതിൽ ഫൈനൽ ടച്ചപ്പ് ആയിട്ടില്ല, ഞങ്ങൾ ഫൈനലാക്കി. ഇനി ഇതിൽ കളിച്ചു കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടില്ല എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. അല്ലേ പൊന്നൂസൂട്ടി? ആളത് നിർത്തുന്നില്ല. കിട്ടിയത് തന്നെ
ചായ ഉണ്ടാക്കാൻ പോലും നമ്മുടെ തിലകൻ പറയണ പോലെ ബബ്ബബ്ബബ്ബ ആണ്. എന്നിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ പൊന്നുസുട്ടി ഒരു ഇതുണ്ട്, ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഫാസ്റ്റ് ഫുഡ്. വാവ്, വാട്ട് എ ഫാന്റാസ്റ്റിക് ഡിസിഷൻ. അതൊരു നല്ല ഇതാണ്, പക്ഷെ അവിടെ ഒരു മൂളൽ കേട്ടു. അതൊരു നല്ല ഇതല്ല. അത് നീ ശ്രദ്ധിച്ചോ? ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഫാസ്റ്റ് ഫുഡ് എന്ന് പറഞ്ഞ ഉടനെ ഒരു മൂളൽ ഞാൻ കേട്ടിരുന്നു. വേഗം കൊടുക്കൂ, വേഗം കൊടുക്കൂ. ഇഡലിയും ദോശയും സാമ്പാറും ചമ്മന്തിയും അതൊക്കെ വാങ്ങിയിട്ട് തിന്നാൻ പോകണം, കഴിക്കാൻ പോകണം. അച്ഛൻ പറയും ആ ഫ്രിഡ്ജിലെ മാവ് എടുക്കൂ, നാളികേരം എടുക്കൂ, അതുപോലെ കാന്തി അരയ്ക്കാനുള്ള സംഭവങ്ങൾ എടുക്കൂ, ഇഡലി ഉണ്ടാക്കൂ, ചട്നി ഉണ്ടാക്കൂ. കൈ വേവിച്ച് അച്ഛൻ വാങ്ങിത്തരും. അതന്നെ അതന്നെ. എന്താമത്തെ ഒന്നും കൂടെ പറ. പൊന്നും അത്തപ്പൂക്കളിട്ടു. വെറും വാചകം അല്ലേ മുത്തേ? വാചകം മടി, വാചകം മടി. ഇത്രയും നേരം ഞാനാണ് ക്യാമറമാനോടായത്. എനിക്ക് അതിന്റെ കൈവേദനുണ്ട്, മാറിപ്പോയതാണ്. എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയതാണ്. അതെ, വാചക. അതാ അവിടെ ചിന്ത എന്താ പേര് പറയാ, നിമഗ്നനായി ഇരിക്കുന്നു. എക്സാമിൽ നമ്മളിങ്ങനെ എന്ത് എഴുതായിരുന്നിട്ട് പോയിന്റുകൾ കിട്ടാതെ അങ്ങനെ ആലോചിക്കില്ല. അതുപോലെ ഉണ്ട്. നമ്പൂരി മണിക്കുട്ടിയുടെ ആ തം ആണ് ഇതിനൊക്കെ കാരണം. ഒരു തമ്മാക്കണം എന്ന് പറഞ്ഞതാണ് ഇതിനെല്ലാം കാരണം. ഇവിടെ പിന്നെ ആകെ തളർന്ന അവശനായി. ഓണായി ഓണായി ഓണായപ്പോ വിരിഞ്ഞിട്ടുണ്ട്. ഇതാ അപ്പുറത്ത് ലൈറ്റ്, ഇതൊക്കെ പേസ്റ്റൽ പിങ്ക്, ഇതൊക്കെയാണ് നമ്മുടെ പൂക്കള് അല്ലേ? ഇതുപോലെ അപ്പുറത്തുണ്ട്. ഇതിന് എന്നെക്കാട്ടിലും ഒരു വയസ്സ് കൂടുതലുണ്ട്. ഇവിടെ ഉള്ള എല്ലാ സാധനങ്ങൾക്കും എന്നെക്കാട്ടിലും ഒരു വയസ്സ് കൂടുതലുണ്ട്. ഏത്? അത് നമ്മൾ എടുക്കാറില്ല. അതിന്റെ വേറൊരു ഇതാണ് എടുക്കാറ് നമ്മള്. ഓണക്കാലായ പൂക്കളെല്ലാം വിരിഞ്ഞ് നല്ല രസമല്ലേ? നമ്മൾ പൂക്കളെല്ലാം എടുത്ത് നടക്കും. നമ്മുടെ അതാ അവിടെ ഉണ്ടേ. എനിക്ക് സത്യം പറഞ്ഞാൽ ഇവിടെയൊക്കെ കൊറേ ആയിട്ടോ ഇവരൊക്കെ വിരിഞ്ഞ് കൊറേ ആയി. ഓണക്കാലം തുടങ്ങുന്നതിന് നമ്മുടെ കാഞ്ഞിരപ്പുഴയത്തെ വീടല്ല, കാഞ്ഞിരപ്പുഴയിൽ നമ്മൾ വാടകയ്ക്ക് താമസിച്ച വീട്. അവിടെ ഒരു തോട്ടം പോലെ ഒരു സൈഡ് ഉണ്ടായിരുന്നല്ലോ ഓണറിന്റെ ഭാഗത്ത്. അവിടേക്ക് നമ്മൾ എപ്പോഴും പോയിട്ട് അവരും പോവും നമ്മളും പോവും. എന്നിട്ട് നമ്മൾ കോമ്പറ്റീഷൻ ഇടും. ഓർമ്മ ഉണ്ടത്? ഇതാ അങ്ങനെ നവനി അമ്മയ്ക്ക് സമയമില്ല. അതെയോ? പ്രാവശ്യം നമുക്ക് അത്തവും രാമായണ മാസ അവസാനവും
ഇന്ന് അവസാന ദിവസമാണ് അല്ലേ, എല്ലാം ഒരുമിച്ചാണ്. എന്തായാലും എല്ലാം കൊണ്ടും നല്ല സന്തോഷവും സമാധാനമൊക്കെ തോന്നുന്ന ഒരു ദിവസം അല്ലേ. രാമായണ 31ാമത്തെ ദിവസം, കർക്കിടക മാസം, അത്തത്തിൻ്റെ സ്റ്റാർട്ടിങ്, അത്തം, അതായത് ഓണത്തിൻ്റെ സ്റ്റാർട്ടിങ് അത്തം. എന്തായാലും നമുക്ക് ഇന്നത്തെ വിശേഷം ഇവിടെ അവസാനിപ്പിക്കാം അല്ലേ. എന്തായാലും നമ്മുടെ അത്തപ്പൂക്കളത്തിൻ്റെ ഫൈനൽ ലുക്ക് കാണിച്ചു തന്നിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മൾ മൊത്തം സെറ്റായിട്ടുണ്ട് പണികളിൽ. ഇനി എന്താ പറയുക, നമുക്ക് കിച്ചണിൽ കയറണം കേട്ടോ. ഇനി മെയിൻ പരിപാടിയിലേക്ക് കയറണം. ഞാൻ വെറുതെ തമാശയ്ക്ക് പറഞ്ഞതാണ് കേട്ടോ, ഫാസ്റ്റ് ഫുഡ് എന്നൊക്കെ. ഇനി ബ്രേക്ക്ഫാസ്റ്റിലേക്ക് കയറണം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ അത്തപ്പൂക്കളത്തിൻ്റെ ഫൈനൽ ലുക്ക്. ഇതാണ്. എല്ലാവർക്കും ഇഷ്ടമായോ? അത്തത്തിൽ ഹരിഹരൻ്റെയും മണിക്കുട്ടിയുടെയൊക്കെ ആർട്ട് വർക്കൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അടുത്തൊരു വിശേഷമായി കാണുന്നതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ഹാപ്പി അത്തം.